ചില ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടാവും, എന്താ ഇപ്പൊ ഞാൻ ഈ ഒരു ദിവസം ചെയ്തത് എന്ന്. നമ്മൾ ചിലപ്പോൾ ആ ദിവസം ഫുള്ള് ബിസി ആയിരുന്നു കാണും. മേ ബി കുറച്ച് മെസ്സേജസിന് റിപ്ലൈസ് കൊടുത്തിട്ടുണ്ടാവും, കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടു കാണും, കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തിരുന്ന് കാണും, കുറച്ച് നേരം ഗോസിപ്പ് അടിച്ചിരുന്ന് കാണും, കുറച്ച് നേരം TV സീരീസ് കണ്ടിരുന്ന് കാണും. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ദിവസം പോയിട്ടുണ്ടാവുക. പക്ഷേ ഞാൻ എന്തായാലും ചെയ്യുമെന്ന് നമ്മളോട് തന്നെ പ്രോമിസ് ചെയ്ത കാര്യം മാത്രം ചെയ്തിട്ടുണ്ടാവില്ല. പോട്ടെ, സമയമില്ലാത്തത് കൊണ്ടല്ലേ എന്ന എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് നാളെ എന്തായാലും ചെയ്തേക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു. നാളെ എന്നത് പതുക്കെ ആഴ്ചകള്, മാസങ്ങള്, ചിലപ്പോൾ വർഷങ്ങൾ വരെ ആവാം. സ്റ്റിൽ നമ്മൾ മാറ്റിവെച്ചോണ്ടേ ഇരിക്കുന്നു. അതാണ് പ്രോക്രാസ്റ്റിനേഷൻ. നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ പോസ്റ്റ്പോൺ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ട്രാജഡി. ചില ആളുകൾ വിചാരിക്കും മടിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന്. ഇവിടെ റിയാലിറ്റിയിൽ അവര് പ്രോക്രാസ്റ്റിനേഷൻ, ഡിസ്ട്രാക്ഷൻ, കംഫർട്ട്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കുറച്ചു നേരമുള്ള സ്ക്രോളിങ്, സീരീസിലെ ഒരു എക്സ്ട്രാ എപ്പിസോഡ്, ഇതൊന്നും വലിയ പ്രശ്നക്കാരനായിട്ട് നമുക്ക് തോന്നുന്നില്ല. ബട്ട് അതൊക്കെ നമ്മുടെ നഷ്ടപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് തിരിച്ചറിയുന്നത് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സമ്മറൈസ് ചെയ്യുന്നത്. ആൻഡ് ദ ബുക്ക് ഈസ് ദ ആർട്ട് ഓഫ് ലേസിനെസ്. ഈ ബുക്കിൽ 2 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ ചെറിയ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്സിലൂടെ നമുക്ക് പ്രൊക്രാസ്റ്റിനേഷൻ എങ്ങനെ മറികടന്ന് പ്രൊഡക്ടിവിറ്റി കൂട്ടാം എന്നാണ് പറയുന്നത്. സെക്കൻഡ് പാർട്ടിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഈ ബുക്കിലെ പാർട്ട് 1 പറഞ്ഞിട്ടുള്ള 16 മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്സിനെ കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ബുക്കിന്റെ പാർട്ട് 2 ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഈ സമ്മറി വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഈ ബുക്കിന്റെ ചെറിയൊരു റിവ്യൂ ഷെയർ ചെയ്യണം എന്നുണ്ട്. ഈ ബുക്ക് എനിക്ക് വായിച്ചിട്ട് അത്ര റെസനേറ്റ് ആയിട്ടില്ല. അതിനുള്ള ഒരു റീസൺ, ദ ആർട്ട് ഓഫ് ലേസിനെസ് എന്ന ബുക്ക് അത്യാവശ്യം ലേസി ആയിട്ട് എഴുതിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫേമസ് ആയിട്ടുള്ള ബുക്സ് ലൈക്ക് അറ്റോമിക് ഹാബിറ്റ്സ്, ഈറ്റ് ദാറ്റ് ഫ്രോഗ്, 80-20 പ്രിൻസിപ്പിൾ, 4000 വീക്സ്, ഇതൊക്കെ ഇൻ കേസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുക്കിൽ നിന്നും പുതിയതായിട്ടൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഈ പറഞ്ഞ ബുക്സിലെ മെയിൻ ആയിട്ടുള്ള ലെസൺസ് ഒക്കെ നോട്ട്സ് ആയിട്ട് എടുത്ത് അത് വെച്ച് ഉണ്ടാക്കിയ ബുക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. ബട്ട് എവറി ബുക്ക് സ്പീക്സ് ഡിഫറെന്റ്ലി ടു ഡിഫറെന്റ് പീപ്പിൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ബുക്ക് എനിക്ക് മറ്റ് ബുക്സ് വായിക്കുമ്പോൾ കിട്ടിയ പോലത്തെ ഫീൽ കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ബിഗിനേഴ്സിന് നല്ല യൂസ്ഫുൾ ആയി തോന്നിയേക്കാം. പല വലിയ ബുക്സിലെ ഒരു സമ്മറി ജസ്റ്റ് ഒരു ക്വിക്ക് റിമൈൻഡർ ആയിട്ട് വായിക്കാൻ ഇത് ഓക്കെ ആണ്. ഇൻ കേസ് നിങ്ങൾ ഈ ബുക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ബുക്കിന്റെ അഫിലിയേറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി അഥവാ ബുക്ക് വായിക്കാൻ ടൈം ഇല്ലെങ്കിൽ ഈ സമ്മറി വീഡിയോ ഫുള്ള് കണ്ടാൽ തന്നെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട്. ആമസോണിന്റെ ഫൗണ്ടറായ ജെഫ് ബെസോസ് ഇമ്പോർട്ടന്റ് ആയ ഡെസിഷൻസ് എടുക്കേണ്ട സമയങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ഒരു ഫ്രെയിം വർക്ക് വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആമസോൺ തുടങ്ങുന്നതിന് മുമ്പ് ജെഫ് ബെസോസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഒരു ദിവസം അദ്ദേഹം തന്റെ ബോസിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഓൺലൈനിൽ ബുക്സ് വിൽക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ജോലി ക്വിറ്റ് ചെയ്യുന്നു എന്ന്. ഇത് കേട്ടതും ബോസ് ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കില് ജെഫ് ബെസോസിനെ ഒരു വാക്കിന് കൊണ്ടുപോയി. 2 മണിക്കൂർ ജോലി ക്വിറ്റ് ചെയ്യാതിരിക്കാനായിട്ട് കൺവിൻസ് ചെയ്ത് നോക്കി. ഓൺലൈനിൽ ബുക്സ് വിൽക്കുന്നത് കേൾക്കാൻ കൊള്ളാം, ബട്ട് അത് ജോലി ഇല്ലാതിരിക്കുന്ന ഒരാൾ ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു സിറ്റുവേഷനിൽ തന്റെ ലൈഫിലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ തീരുമാനം എടുക്കാനായിട്ട് ജെഫ് ബെസോസ് യൂസ് ചെയ്ത ഒരു ഫ്രെയിം വർക്ക് ആയിരുന്നു റിഗ്രറ്റ് മിനിമൈസേഷൻ ഫ്രെയിം വർക്ക്. അത് മറ്റൊന്നുമല്ല, വയസ്സാവുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തില്ലല്ലോ എന്നോർത്തുള്ള റിഗ്രറ്റ്സ് കുറയ്ക്കുക എന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ ലൈഫ് കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പ്രൊജക്ട് ചെയ്ത് 80 വയസ്സ് വരെ എത്തിച്ചു നോക്കിയാൽ ആ ടൈമിൽ ഉണ്ടാകുന്ന റിഗ്രറ്റ്സ് കുറയ്ക്കണം. ഈ ഇന്റർനെറ്റ് ഭാവിയിൽ വലിയൊരു സംഭവമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻ കേസ് ഞാൻ ഇത് ട്രൈ ചെയ്ത് ഫെയിൽ ആയാലും ഞാൻ റിഗ്രറ്റ് ചെയ്യില്ല. ബട്ട് ഇൻ കേസ് ട്രൈ ചെയ്യാതിരുന്നാൽ അതോർത്ത് എൻ്റെ എല്ലാ ദിവസവും ഞാൻ റിഗ്രറ്റ് ചെയ്യും. സോ ഐ ക്വിറ്റ് ദിസ് ജോബ് എന്ന ഡെസിഷൻ ആളെടുത്തു. ഒരു ഓൺലൈൻ ബുക്ക് ഷോപ്പായി തുടങ്ങിയതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന സക്സസ്ഫുൾ ആമസോൺ കമ്പനി. ജെഫ് ബെസോസ് യൂസ് ചെയ്ത റിഗ്രറ്റ് മിനിമൈസേഷൻ ഫ്രെയിം വർക്ക് നമുക്ക് നമ്മുടെ ലൈഫിലും യൂസ് ചെയ്യാം. നമുക്ക് 80 വയസ്സായി എന്ന് ഇമാജിൻ ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇപ്പോഴുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ചെയ്തില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ്സ് ഉണ്ടാവുക. മേ ബി മടി പിടിച്ച് കുറേ നേരം TV കണ്ട് കളഞ്ഞ മൊമെന്റ്സ്, എയിംലെസ് ആയി സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് വേസ്റ്റ് ആക്കിയ സമയം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാതെ മിസ്സാക്കിയത്, ഫാമിലിയുടെ കൂടെ കൂടുതൽ സമയം ചിലവാക്കാതിരുന്നത്, ഹെൽത്ത് ശ്രദ്ധിക്കാത്തത്, യാത്രകൾ ചെയ്യാതിരുന്നത്, ലൈഫ് എൻജോയ് ചെയ്യാതിരുന്നത്. ഇങ്ങനെയുള്ള റിഗ്രറ്റ്സ് കുറയ്ക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ എക്സ്ക്യൂസസ് ഓരോന്നും കണ്ടുപിടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട്
നമുക്ക് നമ്മളോട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്നിട്ട് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. The best time is always now. ഓക്കെ, ഞാൻ ഇന്ന് മുതൽ നന്നാവാൻ തീരുമാനിച്ചു എന്ന് എത്രയൊക്കെ ഡിറ്റർമിൻഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാലും നമ്മൾ ഇതൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരു വില്ലൻ ഉണ്ട്. അതാണ് പ്രോക്രാസ്റ്റിനേഷൻ. എന്താണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ? പ്രോക്രാസ്റ്റിനേഷൻ എന്നാൽ പിന്നീട് ചെയ്യാമെന്ന് മാറ്റി വെക്കുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അറിയാം, പക്ഷേ നമ്മൾ അത് ചെയ്യാറില്ല. എത്ര കാലം നീട്ടിവെച്ച് കൊണ്ടുപോകാവോ അത്രയും കാലം ഇങ്ങനെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് വേണ്ടത്, ലോങ് ടേം സാറ്റിസ്ഫാക്ഷൻ അല്ല. ഈ പ്രോക്രാസ്റ്റിനേഷന്റെ ഒരു വലിയ ശത്രു ആരാണ് എന്ന് നിങ്ങൾക്കറിയാം. അതാണ് പാനിക്. ഡെഡ്ലൈൻ അടുക്കാറാവുന്നു, ഇത് ചെയ്തില്ലെങ്കിലുള്ള പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും എന്നറിയുമ്പോഴാണ് നമ്മുടെ അടുത്ത് പാനിക് എത്തുന്നത്. ഈ പാനിക് വന്നാൽ പിന്നെ എവിടെന്നാ എന്നറിയില്ല ഒരു സൂപ്പർ പവറും എനർജിയും ഒക്കെ കിട്ടിയിട്ട് ഇത്ര നാള് മാറ്റി വെച്ചോണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഒറ്റ രാത്രി കൊണ്ടാണെങ്കിലും നമ്മൾ ചെയ്തു തീർക്കും. പണികളൊക്കെ തീർത്താലും ഇതൊരു ശരിയായ രീതിയല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കഴിവിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല. ഒരു ആവറേജ് രീതിയിലെ വർക്ക് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ആണെങ്കിലും ഞാൻ പണികൾ ഫുള്ള് ചെയ്തു തീർത്തല്ലോ എന്ന് വേണേലും നമുക്ക് തോന്നാം. ഈ പാനിക്കിന്റെ മറ്റൊരു പ്രോബ്ലം ആണ് ഇത് അർജന്റ് ആകുമ്പോൾ മാത്രമേ വരുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ആണ് എന്ന് നമുക്ക് നല്ലപോലെ അറിയാമെങ്കിലും നമുക്ക് സമയമുണ്ടെങ്കിലും ഈ പാനിക്ക് വരില്ല. അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഒരു പുതിയ സ്കില്ല് പഠിക്കുമ്പോൾ നമ്മൾ പാനിക് ആവാറില്ല. ഒരു ബുക്ക് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ പാനിക് ആവാറില്ല. ഫാമിലിയുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കുമ്പോൾ നമ്മൾ പാനിക് ആവാറില്ല. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് അർജന്റ് അല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. അതാണ് നമ്മുടെ ഒരു വലിയ പ്രോബ്ലം. ടൈം ഈസ് വാല്യബിൾ എന്ന് ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കാറുണ്ട്. ടൈം വേസ്റ്റ് ആക്കരുത്, പോയാൽ പോയതാണ് എന്നൊക്കെ പലയിടത്തു നിന്ന് കേട്ടാലും നമ്മൾ അതിന്റെ ഓപ്പോസിറ്റേ ചെയ്യുള്ളൂ. നമ്മുടെ വിചാരം സമയം അങ്ങ് കിടക്കുമല്ലേ, ഇനിയും ഒരുപാട് സമയമുണ്ട്, അപ്പൊ അതൊക്കെ ചെയ്യാം എന്നൊക്കെ. ഡെത്ത് എന്ന കൺസെപ്റ്റ് ഒക്കെ നമ്മൾ മറന്നിരിക്കുകയാണ്. ബട്ട് ദ ഫാക്ട് ഇസ് നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല ഈ ഭൂമിയിലും. അതുകൊണ്ട് മേക്ക് യൂസ് ഓഫ് ഇറ്റ് വൈസ്ലി. ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. പ്രിയപ്പെട്ടവരുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിച്ചു തുടങ്ങുക. പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക. ദ ക്ലോക്ക് ഇസ് ടിക്കിംഗ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. താൻ ഒരു മടിയനാണെന്ന് പറയാനായിട്ട് ആരും തയ്യാറാകാറില്ല. അതുകൊണ്ട് ഒരുപാട് പേരും പ്രൊഡക്ടിവിറ്റി എന്നൊരു മാസ്ക് ധരിച്ച് നടക്കുന്നു. ഒരു പണിയും ചെയ്യാതെ ഇരുന്നാലല്ലേ ഇവൻ ഓർ ഇവള് മടി പിടിച്ചിരിക്കുവാണ് എന്ന് ആളുകൾ പറയുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം, ഞാൻ ബിസി ആണെന്ന് കാണിക്കാനായിട്ട് ഇമ്പോർട്ടന്റ് അല്ലാത്ത പണികളൊക്കെ ചുമ്മാ ചെയ്തുകൊണ്ടിരിക്കാം. ഇമ്പോർട്ടന്റോ അർജന്റോ അല്ലാത്ത കാര്യങ്ങൾ സമയം ചെലവാക്കുന്നത് പ്രൊക്രാസ്റ്റിനേഷനേക്കാളും ദോഷം ചെയ്യും. ബേൺ ഔട്ടും ഡീമോട്ടിവേഷനും ഉണ്ടാവുന്നു. ഈ ഒരു ഹാബിറ്റ് മാറ്റാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇന്നലെ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ദിവസത്തേക്ക് യാതൊരു വാല്യൂവും ആഡ് ചെയ്യാത്ത 3 എണ്ണം ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവുക. നെക്സ്റ്റ് ടൈം അത് ചെയ്യാതിരിക്കുക. ഇൻ കേസ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലേസി ആയതുകൊണ്ടാണ് എന്ന് റിയലൈസ് ചെയ്യുക. പ്രൊക്രാസ്റ്റിനേഷന്റെ പ്രോബ്ലം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇനി ഈ പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റാൻ 2 രീതിയിൽ പ്രവർത്തിക്കാം നമുക്ക്. ഒന്നാമത് നമ്മുടെ മൈൻഡ് സെറ്റിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട്. രണ്ടാമത് ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ആൻഡ് ടെക്നിക്സിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതൊക്കെ അപ്ലൈ ചെയ്യാം. ഇതിലെ ഫസ്റ്റ് പാർട്ടായ 16 മൈൻഡ് സെറ്റ് ചേഞ്ചസിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്പർ 1, ലൈഫ് ഇസ് ഷോർട്ട്. ലൈഫ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഷോർട്ടാണ്. ഈ ഭൂമിയിൽ നമുക്കുള്ള സമയം ലിമിറ്റഡ് ആണെന്ന് മനസ്സിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മളോട് തന്നെ 2 ചോദ്യങ്ങൾ ചോദിക്കാം. വൈ ആം ഐ ബീയിങ് ലേസി? വൈ ഡു ഐ പ്രോക്രാസ്റ്റിനേറ്റ്? ഒരു ഏർജൻസി കൊണ്ടുവന്നിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വേഗം തന്നെ ചെയ്യാം. ഒരുപാട് അങ്ങ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ചെയ്യാൻ തന്നെ പറ്റിയില്ലെങ്കിലോ? പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണം, ഡു ഇറ്റ് നൗ. പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഡു ഇറ്റ് നൗ. ജിമ്മിൽ പോകണം, ഡു ഇറ്റ് നൗ. ഫാമിലിയുടെ കൂടെ ക്വാളിറ്റി ടൈം ചിലവാക്കണം, ഡു ഇറ്റ് നൗ. ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയാലും you will thank yourself later. Number 2, 100% responsibility. ന്യൂ ഇയർ ആകാറാകുമ്പോൾ നമ്മൾ ഒരുപാട് പേര് പല ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കും. ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും ജനുവരിയിലെ ആദ്യത്തെ കുറച്ച് ഡേയ്സ്. അതിനുശേഷം ആവേശം മൂത്ത് പോയിട്ട് പ്ലാൻ ചെയ്തതൊക്കെ ചെയ്യാതെ ഇരിക്കുന്നു. എന്ത് പറ്റി ചോദിച്ചാൽ നമുക്ക് ബ്ലെയിം ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ലൈക്ക് എൻവയൺമെന്റ്, ഫാമിലി, ജോബ് റെസ്പോൺസിബിലിറ്റീസ്, ബിസി ലൈഫ്, ക്യാഷ് ഇല്ല, അങ്ങനെ പലതും. ഇങ്ങനെ മറ്റുള്ളവരുടെ മേലെ ബ്ലെയിം എടുത്തിടുമ്പോൾ ഒരു ടെമ്പററി റിലീഫ് കിട്ടുമെങ്കിലും നമ്മുടെ ലൈഫിന് നമ്മൾ തന്നെയാണ് റെസ്പോൺസിബിൾ. സിറ്റുവേഷൻ എന്ത് തന്നെ ആണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓൾസോ ആ കാര്യങ്ങളൊക്കെ ബെസ്റ്റ് ആയിട്ട് ചെയ്യുക. റിയാലിറ്റിയിൽ നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ കൈകളിലാണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ ആക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വരണം, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ എന്ന മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇപ്പോഴുള്ളതെങ്കിലും
ആ മൈൻഡ് സെറ്റ് വേഗം തന്നെ മാറ്റിക്കൊള്ളുക. ബിക്കോസ് നമ്മുടെ മടി, നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് ഇതൊന്നും ആർക്കും വിഷയമല്ല. മറ്റുള്ളവരൊക്കെ അവരവരുടെ കാര്യത്തിൽ ബിസിയാണ്. നോബഡി ഈസ് കമ്മിങ് ടു സേവ് യു. നമ്മുടെ ലൈഫിന്റെ 100% റെസ്പോൺസിബിലിറ്റിയും നമുക്കാണ്. ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാം. നമ്മളെ അഫക്ട് ചെയ്യാത്ത കാര്യങ്ങളിൽ ഡിസ്ട്രാക്ട് ആകാതെ ഇരിക്കാം. നമ്മൾ എപ്പോഴും നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് വറി ചെയ്യും. ലൈക്ക് മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ്, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ. ഇങ്ങനെ ചെയ്യുമ്പോൾ സെൽഫ് ഡൗട്ട് എന്നൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ കുടുങ്ങിപ്പോകും. മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻസ് അവരുടെ ബിസിനസ്സാണ്, നോട്ട് മൈൻ എന്ന് മനസ്സിൽ സെറ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. സാധാരണ നമ്മുടെ ഇടയിൽ 3 ടൈപ്പിൽ ആളുകളുണ്ട്. ഫസ്റ്റ് ടൈപ്പ്, അവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് വാക്കാൽ മാത്രമേ പറയുള്ളൂ, ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല. സെക്കൻഡ് ടൈപ്പ് ആളുകൾ, അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തു തുടങ്ങും, ബട്ട് എപ്പോഴാണോ പാത കഷ്ടമാകുന്നത് അപ്പോൾ അവർ അത് സ്റ്റോപ്പ് ചെയ്യും. തേർഡ് ടൈപ്പ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും അവർ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. പെർസിവറൻസ് ആണ് അവരുടെ ആയുധം. പ്രതീക്ഷ കൈവിടാതെ പരിശ്രമിക്കുക. ലൈഫിനെ ഒരു സ്പ്രിന്റ് പോലെ കാണാതെ മാരത്തോൺ ആയിട്ട് കണ്ട് ലോങ് റണ്ണ് ചെയ്യാനുള്ള സ്റ്റാമിന, സ്ട്രെങ്ത്, പെർസിസ്റ്റൻസ് ഇതിലൊക്കെ അവർ ഫോക്കസ് കൊടുക്കും. അങ്ങനെ നേടിയെടുക്കുന്ന സക്സസിന്റെ റിവാർഡ് അതൊന്നും വേറെ തന്നെയാണ്. നമ്മൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് എന്ന് നോക്കിയിട്ട് തേർഡ് ടൈപ്പിലെ ആളുകളെ പോലെ ആകാനായിട്ട് നോക്കുക. നമ്പർ 3, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ദ റൈറ്റ് പീപ്പിൾ. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മുടെ തോട്ട്സ്, ആക്ഷൻസ് ആൻഡ് നമ്മുടെ ഫ്യൂച്ചർ. നമ്മുടെ ഫ്രണ്ട്സ് മടിയന്മാരാണെങ്കിൽ നമ്മളും മടി പിടിച്ചിരിക്കും. നമ്മുടെ ഫ്രണ്ട്സ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളും അത് ചെയ്യും. നേരെ മറിച്ച് നമ്മുടെ ഫ്രണ്ട്സ് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ഹാബിറ്റ്സ്, റൂട്ടീൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും അതൊക്കെ ചെയ്യാൻ തുടങ്ങും. സോ നമ്മുടെ സർക്കിൾ എങ്ങനെ ഉണ്ടായിരിക്കണമെന്ന് വൈസ് ആയിട്ട് ചൂസ് ചെയ്യുക. എപ്പോഴും നെഗറ്റീവ് അടിച്ച് ഗോസിപ്പ് പറഞ്ഞിരിക്കുന്ന ആളുകളോടൊക്കെ ഒരു ബൈ ബൈ പറയാനായിട്ട് പഠിക്കുക. നമ്പർ 4, യുവർ കംഫർട്ട് സോൺ ഇസ് യുവർ എനിമി. മടി പിടിച്ച് പണികൾ നാളെ ചെയ്യാം, പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യാം എന്ന് മാറ്റിവെക്കുന്നതിനുള്ള ഒരു റീസൺ ആണ് നമ്മുടെ കംഫർട്ട് സോൺ. അത് നല്ല ഈസി ആണെങ്കിലും ഗ്രോത്ത് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. ഗ്രോത്ത് വേണമെങ്കിൽ ഫസ്റ്റ് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം, എന്നിട്ട് ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ മൂവീസ് കണ്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്നതും എല്ലാം ഈസിയാണ്. ബട്ട് അതൊന്നും മീനിങ് ഫുൾ അല്ല എന്ന് നമ്മുടെ ബോഡിക്കും മൈൻഡിനും അറിയാം. എന്നിരുന്നാലും എല്ലാ ദിവസവും നമ്മൾ അത് ചെയ്യുന്നു. കംഫർട്ട് സോൺ ആണ് ഇവിടെയുള്ള നമ്മുടെ പ്രശ്നക്കാരൻ. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊരു പുതിയ കാര്യം ചെയ്യാൻ എടുത്താലും കീപ് ഇറ്റ് സിമ്പിൾ. ഫസ്റ്റ് തന്നെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കിയാൽ ബൂമറാങ് എഫക്റ്റ് പോലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ തിരിച്ചെത്തും. നെക്സ്റ്റ്, അയ്യോ ഇതൊക്കെ നടക്കുമോ, എന്റെ തീരുമാനങ്ങൾ റോങ് ആയാൽ എന്താകും, അതെന്താവും, ഇതെന്താവും എന്നൊക്കെ ടൂ മച്ച് ഓർത്ത് വറി ചെയ്യാതെ ഒരു 70% ഒക്കെ റെഡി ആയാൽ തന്നെ ആക്ഷൻ എടുക്കുക. 90%, 100% ഒക്കെ റെഡി ആവട്ടെ എന്ന് വെച്ചിരുന്നാൽ ഒന്നും നമ്മൾ തുടങ്ങില്ല. ഇൻ കേസ് നമ്മുടെ ഫസ്റ്റ് പ്ലാന് നമ്മൾ വിചാരിക്കുന്നത് പോലെ നടന്നില്ലെങ്കിലും ഫസ്റ്റ് പ്ലാനിന് വേണ്ടിയിട്ട എഫേർട്സ്, ആക്ഷൻസ്, ലേണിങ്സ് ഇതൊക്കെ അടുത്ത പ്ലാനിന് ഹെൽപ്പ് ആവുകയേ ഉള്ളൂ. അടുത്തതാണ് സ്റ്റാർട്ട് ടു തിങ്ക് എ ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ്ലി. ഒരേ കാര്യം എപ്പോഴും ചെയ്യുന്നത് പോലെയോ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയോ ഒക്കെ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ എന്ത് ഡിഫറെന്റ് ഔട്ട്കം ഉണ്ടാവാനാണ്? വ്യത്യസ്തമായ ഔട്ട്പുട്ട് വേണമെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കണം, ഡിഫറെന്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം. പാർക്കിൻസൺസ് ലോനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നമുക്ക് ഇവിടെ ഹെൽപ്ഫുൾ ആയിരിക്കും. വർക്ക് എക്സ്പാൻസ് ടു ഫിൽ ദ ടൈം അലോട്ടഡ് ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. ഒരേ പണിക്ക് 2 മണിക്കൂർ കൊടുത്താലും 1 മണിക്കൂർ കൊടുത്താലും ഡെഡ് ലൈൻ എപ്പോഴാണോ അതുവരെ നമ്മൾ ആ പണി ചെയ്യും. സോ ഒരു ഇമാജിനറി ഡെഡ് ലൈൻ ഇട്ട് ഏർജൻസി ക്രിയേറ്റ് ചെയ്താൽ പണികൾ വേഗം തന്നെ തീർക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഗോള്, ട്രാക്കിങ്, അത് ഇത് പറഞ്ഞ് ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്യാതെ എന്താണ് എൻ്റെ ഗോള്, അത് റിയലിസ്റ്റിക് ആണോ, അതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എപ്പോൾ ചെയ്ത് തീർക്കണം, ജസ്റ്റ് ഇതൊരു പെന്നും പേപ്പറും എടുത്ത് എഴുതിയാൽ തന്നെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ലൈഫിൽ ഏതൊരു ഡെസിഷൻ എടുത്താലും ലോങ് ടേം ആയിട്ട് ചിന്തിച്ച് ഡെസിഷൻസ് എടുക്കുക. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഷോർട്ട് ടേം ബെനിഫിറ്റിന്റെ പിന്നാലെ പോകാൻ തുടങ്ങിയാൽ ലോങ് ടേമിലെ ബെനിഫിറ്റ്സ് നമുക്ക് മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ലോങ് ടേമിലെ ബെനിഫിറ്റ്സ് വേണമെങ്കിൽ മടി മാറ്റി വയ്ക്കണം, ഹാർഡ് തിങ്സ് ചെയ്യണം, ചിലപ്പോൾ കുറച്ച് സ്ട്രെസ്, സാക്രിഫൈസസ് ഒക്കെ ഉണ്ടാവും. ബട്ട് അതിന്റെ റിവാർഡ് അത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ദാറ്റ്സ് വർത്ത് ദ എഫേർട്ട്. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ് റിസ്കുകളെ കണ്ട് ഭയക്കാതെ ടേക്ക് റിസ്ക്. മാർക്ക് സക്കർബർഗിന്റെ ഒരു കോട്ടാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ടത്. റിസ്ക് എടുക്കാത്തതാണ് ഏറ്റവും വലിയ റിസ്ക്. ഇത്ര ഫാസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ വേൾഡിൽ ഫെയിലിയർ സംഭവിക്കുന്നത് റിസ്ക് എടുക്കാതെ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുമ്പോഴാണ്. സോ കംഫർട്ട് സോണിൽ കുറ്റിയടിച്ചിരിക്കാതെ കം ഔട്ട് ഓഫ് ഇറ്റ്. നമ്പർ 5, ഡു ദ ഹാർഡ് തിങ്സ് ഫസ്റ്റ്.
നമ്മുടെ മൈൻഡ് എപ്പോഴും ഈസി ഓപ്ഷൻസ് ആയിരിക്കും തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കോൺഷ്യസ് ആയിരിക്കണം. ചില സമയങ്ങളിൽ ഹാർഡായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കുന്നത്. അത് നമ്മുടെ മൈൻഡ് ചൂസ് ചെയ്യില്ല. സോ ഇതിനെക്കുറിച്ച് അവെയർ ആയിട്ട് ചൂസ് ദ ഹാർഡ് തിങ്. ജോലി കഴിഞ്ഞ് വന്ന് സോഫയിലിരുന്ന് TV കാണാൻ ഈസിയാണ്. നേരെ മറിച്ച് വന്നതും ഡ്രസ്സൊക്കെ മാറ്റി ജിമ്മിൽ പോവാൻ പാടായിരിക്കും. സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിരിക്കാൻ ഈസിയാണ്. നേരെ മറിച്ച് ഒരു ബുക്ക് എടുത്ത് വായിക്കാൻ പാടുമായിരിക്കും. നാളെ ചെയ്യാം എന്ന് മാറ്റി വയ്ക്കുന്നത് ഈസിയാണ്. നേരെ മറിച്ച് ഞാൻ എന്തായാലും ഇത് ഇന്ന് തന്നെ ചെയ്തു തീർക്കും എന്ന് വിചാരിച്ച് ചെയ്യുന്നത് പാടാണ്. നമ്മുടെ ഡേ തുടങ്ങുമ്പോൾ ഹാർഡായിട്ടുള്ള കാര്യം തന്നെ ആദ്യം എടുത്ത് ചെയ്തു തീർക്കുക. ഹാർഡ് ചോയ്സസ് നമ്മുടെ ലൈഫിനെ ഈസിയാക്കും. ഈസി ചോയ്സസ് നമ്മുടെ ലൈഫിനെ ഹാർഡാക്കും. ദ ചോയ്സ് ഇസ് യുവേഴ്സ്. നമുക്ക് ഭാവി എങ്ങനെയായിരിക്കും എന്ന് തീരുമാനിക്കാനായിട്ട് പറ്റില്ല. ബട്ട് നമുക്ക് നമ്മുടെ ഹാബിറ്റ്സ് തീരുമാനിക്കാം. ആ ഹാബിറ്റ്സ് നമ്മുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യും. നമ്പർ 6, വർക്ക് ഓൺ ദ റൈറ്റ് തിങ്സ്. സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിന് പകരം ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മൈക്കൽ ഫെൽപ്സ് സ്വിമ്മിംഗ് ചെയ്യാതെ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. നമ്മുടെ ലാലേട്ടൻ സിനിമയിൽ പോവാതെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്നു. ഇതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാൻ തന്നെ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ആർ യു വർക്കിംഗ് ഓൺ ദ റൈറ്റ് തിങ്? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കുറച്ചു നേരം ചെയ്താൽ തന്നെ മടുക്കും. ജോലി ടൈം എപ്പോൾ കഴിയും, എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ ചെന്നാൽ മതി എന്നായിരിക്കും തോന്നുക. നേരെ മറിച്ച് നമുക്ക് ഇഷ്ടമുള്ള പണിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സമയം പോകുന്നതേ അറിയില്ല. നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാൻ ഓൾവേസ് വർക്ക് ഓൺ ദ റൈറ്റ് തിങ്സ്. ഫോർ എക്സാമ്പിൾ, എന്റെ പാഷൻ ആർട്ട് ചെയ്യാനാണെങ്കിൽ അത് ചെയ്യാതെ ഞാനൊരു ബാങ്ക് എംപ്ലോയി ആയാലും ലൈഫ് ഫുൾഫിൽഡ് ആയില്ല. ജോലിക്ക് പോകാൻ ഒരു എന്തൂസിയാസം ഉണ്ടാവില്ല. വർക്ക് എന്നത് ഹാപ്പിനെസ് ആണ് ഇഫ് യു ഡു ദ റൈറ്റ് തിങ്. നമ്മുടെ ലൈഫിലെ മേജർ പോർഷനും വർക്ക് ചെയ്യുന്നതിൽ പോകുന്നു. അതുകൊണ്ട് എന്ത് വർക്ക് ചെയ്യണം എന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ആർട്ടിൽ പാഷനുള്ള ഒരാളുടെ പാരന്റ്സ് ഉന്തിത്തള്ളി എഞ്ചിനീയറിംഗ് പഠിക്കാൻ വിട്ടാൽ ആളുടെ ഫ്യൂച്ചർ കരിയർ എപ്പോഴും ഒരു ബേർഡൻ ആയിരിക്കും. നേരെ മറിച്ച് നമ്മുടെ ജോലി നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്നതാണെങ്കിൽ അത് ചെയ്യാനായിട്ട് മടി തോന്നുകയേയില്ല. ഇനി ഈ ഇഷ്ടമുള്ള ജോലിയൊക്കെ ചെയ്യാൻ ചൂസ് ചെയ്താലും അതിന്റെ പാത നമ്മൾ വിചാരിക്കുന്നത് പോലെ എപ്പോഴും സ്മൂത്ത് ആയിരിക്കണം എന്നില്ല. അങ്ങനെ വരുന്ന ചാലഞ്ചസ് ഒക്കെ ധൈര്യത്തോടെ നേരിടുക. ഡോണ്ട് ഗിവ് അപ്പ്. പെർസിവറൻസ് ആണ് നമുക്കിവിടെ വേണ്ടത്. അല്ലാതെ ഒന്നും ശരിയാവുന്നില്ലല്ലോ എന്നോർത്ത് മടി പിടിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ റൈറ്റ് തിങ് ചൂസ് ചെയ്താൽ നമുക്ക് വരുന്ന എല്ലാ റിക്വസ്റ്റിനോടും യെസ് പറഞ്ഞോണ്ടേ ഇരുന്നാൽ എക്സോസ്റ്റ് ആവുകയേ ഉള്ളൂ. ഇവിടെയാണ് പ്രയോറിറ്റൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടത്. നമ്പർ 7, ഡോണ്ട് ബി എ പെർഫെക്ഷനിസ്റ്റ്. പ്രൊക്രാസ്റ്റിനേഷൻ പോലെ തന്നെ പ്രശ്നക്കാരനായിട്ടുള്ള മറ്റൊരാളാണ് പെർഫെക്ഷനിസം. പെർഫെക്ഷനിസം തീരെ പാടില്ല എന്നല്ല പറയുന്നത്. പെർഫെക്ഷനിസം എല്ലാ കാര്യത്തിലും ആവശ്യമില്ല. ചില കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയി തന്നെ ചെയ്യേണ്ടതുണ്ട്. അത് അങ്ങനെ തന്നെ ചെയ്യുക. നേരെ മറിച്ച് ചില കാര്യങ്ങൾ അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും ചെയ്താൽ മതി എന്നുണ്ടാകും. അങ്ങനെയുള്ള ടാസ്ക് പെർഫെക്റ്റ് ആക്കട്ടെ എന്ന് വിചാരിച്ച് സമയം കളയുന്നത് വേസ്റ്റ് ആണ്. അങ്ങനെ ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാതെ പെൻഡിങ് ആവും. പെൻഡിങ് ടാസ്ക് കുറെ കിടക്കുന്നത് കണ്ടാൽ തന്നെ മടിയും വരും. അതിന്റെ പിന്നാലെ പ്രോക്രാസ്റ്റിനേഷനും എത്തും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പെയിന്റിംഗ് ഉണ്ടാക്കുന്നു. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഒബ്സർവ് ചെയ്ത് പെർഫെക്റ്റ് ആയി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബട്ട് വീട് ക്ലീൻ ആക്കുക എന്നതിൽ പെർഫെക്ഷനിസം നോക്കാതെ ഒരുവിധം ക്ലീൻ ആക്കി വെക്കാൻ നോക്കാം. എന്തായാലും വീട് ക്ലീൻ ആക്കൽ എന്നത് ഒരു ഐറ്ററേറ്റീവ് പണിയാണ്. വീണ്ടും വീണ്ടും ചെയ്യേണ്ടത്. അതിൽ പെർഫെക്റ്റ് ആക്കാൻ നോക്കേണ്ട കാര്യമില്ല. നമ്പർ 8, ഡോണ്ട് ബി എ മീഡിയോക്കർ. 99% ആളുകളും ഒരു മീഡിയോക്കർ ലൈഫ് ചൂസ് ചെയ്യുന്നു. ദേ സെറ്റിൽ ഫോർ ലെസ് ദാൻ ദേ വാണ്ട്. ഒരു ആവറേജ് പേഴ്സൺ ആയി ജീവിച്ചാൽ മതിയെങ്കിൽ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഒഴുക്കിലങ്ങ് ലൈഫ് മുന്നോട്ട് പോകും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പ്രൊഡക്റ്റീവ് അല്ലാത്ത പോലെ തോന്നാം, മോട്ടിവേഷൻ ഇല്ലാത്ത പോലെ തോന്നാം. രാവിലെ എണീക്കുമ്പോൾ ജോലിക്ക് പോകാൻ ഒരു എനർജി ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു ഗ്രേറ്റ് ലൈഫ് നയിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ചാലഞ്ചസ് നിറയെ വരാം, ഫെയിലിയേഴ്സ് വരാം. അതൊക്കെ ഓവർകം ചെയ്യണം. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം. ബട്ട് എൻഡ് റിസൾട്ട് വിൽ ഓൾവേസ് ബി വർത്ത് ദ എഫേർട്ട്. നമ്മൾ ഒരുപാട് പേരും ഇങ്ങനെ മീഡിയോക്കർ ലൈഫ് ചൂസ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ ആണ് നമുക്ക് ചുറ്റുമുള്ളവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിനിടയിൽ നമ്മൾ കുറച്ചധികം അംബീഷ്യസ് ആയാൽ അത് ചുറ്റുമുള്ളവർ തന്നെ ഓരോന്നും പറഞ്ഞ് നമ്മുടെ അംബീഷനൊക്കെ തകർക്കും. എങ്ങാനും നമ്മൾ നന്നായാലും പിന്നെ അവര് ഡള്ളായിട്ട് കാണില്ലേ. അതാണ് ലക്ഷ്യം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തിങ്ക് ബിഗ് ആൻഡ് ഒരു ആവറേജ് ലൈഫിൽ സെറ്റിൽ ആവാൻ നോക്കാതെ അംബീഷ്യസ് ആയിട്ട് വർക്ക് ചെയ്യുക. നമ്പർ 9, ദ മിത്ത് ഓഫ് മൾട്ടി ടാസ്കിങ്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ ടാസ്ക് ചെയ്യുന്നതാണ് മൾട്ടി ടാസ്കിങ്. കുറെ പണി ചെയ്യുന്നത് പോലെ തോന്നിയാലും ഇത് അത്ര വർക്കൗട്ട് ആവില്ല. ഒന്നിൽ കൂടുതൽ കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ എഫിഷ്യൻസി കുറയും. മാത്രമല്ല മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ള ചാൻസും കൂടുതലായിരിക്കും. ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് പോകുമ്പോൾ വേഗം തന്നെ നമ്മൾ എക്സോസ്റ്റ് ആവുന്നു. ലെറ്റ്സ് സേ നമുക്ക് 3 ടാസ്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യുക.
അതിൽ ഫുൾ ഫോക്കസ് കൊടുക്കുക. അത് ചെയ്ത് തീർത്തതിന് ശേഷം സെക്കൻഡ് വൺ, പിന്നെ തേർഡ് വൺ എന്ന് തന്നെ എടുത്ത് ചെയ്യുക. അതല്ലാതെ 3 പണിയും എടുത്ത് നമ്മുടെ ഫോക്കസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ പ്രൊഡക്റ്റീവ് ആയ പോലെ തോന്നുമെങ്കിലും റിയാലിറ്റിയിൽ അങ്ങനെ ഉണ്ടാവില്ല. കോൺസ്റ്റന്റ് ഡിസ്ട്രാക്ഷൻ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്നു, മെന്റൽ എക്സോഷൻ കൂട്ടുന്നു. നമ്പർ 10, ഡെയിലി റൂട്ടീൻ. ഒരു ഡെയിലി റൂട്ടീൻ സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചില ദിവസങ്ങളിൽ പണികൾ ചെയ്യാൻ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും, ബട്ട് ചില ദിവസങ്ങളിൽ ഒരു മൂഡും ഉണ്ടാവില്ല. അങ്ങനെ മൂഡില്ലാത്ത ദിവസങ്ങളിൽ പ്രൊക്രാസ്റ്റിനേഷൻ കൂടുതലായിരിക്കും. ഒരു ഡെയിലി റൂട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മൂഡില്ലാത്ത ദിവസങ്ങളിൽ പ്രൊക്രാസ്റ്റിനേഷൻ കുറച്ച് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. റൂട്ടീൻ ഇല്ലാത്തപ്പോൾ മടി പിടിക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഒക്കെ വിട്ടിട്ട് ഈസി വൺസ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പ്രീ ഡിഫൈൻഡ് റൂട്ടീൻ ഉണ്ടെങ്കിൽ അടുത്തത് എന്ത് ചെയ്യും എന്നോർത്ത് ഉണ്ടാകുന്ന ഡെസിഷൻ ഫെറ്റീഗ് കുറയ്ക്കാം. നമ്പർ 11, ലേൺ ടു സേ നോ. നമ്മുടെ ലൈഫും ടൈമും നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരണമെങ്കിൽ നോ പറയണം എന്നുള്ള സിറ്റുവേഷൻസിൽ നോ പറയാൻ പഠിക്കണം. മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നോർത്തിട്ടാണ് ഒരുപാട് സമയങ്ങളിലും നമ്മൾ എസ് പറയുന്നത്. മറ്റുള്ളവരോടൊക്കെ എസ് പറയുമ്പോൾ നമ്മുടെ ടൈമും എനർജിയുമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എന്ന് ഓർക്കണം. ഈ സമയവും എനർജിയും ഒക്കെ ലിമിറ്റഡ് ആണ്. സോ നമ്മുടെ സമയം തിരിച്ചു പിടിക്കണമെങ്കിൽ നോ പറഞ്ഞേ വഴിയുള്ളൂ. എന്നാലും നമുക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് നോ പറയാൻ പഠിക്കണം. നമ്പർ 12, ഡോണ്ട് വർക്ക് 24/7. പ്രൊഡക്റ്റീവ് ആവാൻ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യണം എന്ന് വിചാരിക്കരുത്. പ്രൊഡക്റ്റീവ് ആകണമെങ്കിൽ ചെയ്യാനുള്ള പണികൾ കുറച്ച് സമയം കൊണ്ട് ചെയ്തു തീർത്തിട്ട് ബാക്കിയുള്ള സമയം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ചിലവാക്കണം. മണിക്കൂർ കണക്കിരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ പ്രശ്നത്തിലാവും. ഈ ഒരു ട്രാപ്പിൽ പെടാതിരിക്കാൻ പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാൻ എത്ര സമയം ഇരുന്ന് ജോലി ചെയ്തു എന്ന് നോക്കുന്നതിന് പകരം എത്രമാത്രം ജോലി ചെയ്തു എന്നാണ് നോക്കേണ്ടത്. 24/7 ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു, എന്നാൽ ഞാൻ വിചാരിച്ച ഗോൾസിലോട്ട് ഒന്നും എത്തിപ്പെടുന്നില്ലെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ ആകുമ്പോൾ റിവാർഡിനേക്കാളും ബേൺ ഔട്ട് ആയിരിക്കും റിസൾട്ട്. സോ എപ്പോഴും ഒരു ബിസി പേഴ്സൺ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നതിന് പകരം പ്രൊഡക്റ്റീവ് പേഴ്സൺ ആകണം എന്നാണ് നോക്കേണ്ടത്. നമ്പർ 13, ഡോണ്ട് വെയിറ്റ്. നമ്മൾ ഒരുപാട് പേരും അണ്ടർ അച്ചീവ് ചെയ്യുന്നതിനുള്ള ഒരു കാരണമാണ് എന്ത് ചെയ്യാനും ഒരു കറക്റ്റ് ടൈം വരട്ടെ എന്ന് വെയിറ്റ് ചെയ്യുന്നത്. സമയമാവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്നത്. റൈറ്റ് ടൈം വരും എന്ന മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റിയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ടുഡേ. പെർഫെക്റ്റ് ടൈം എന്നത് നമ്മൾ എപ്പോഴാണോ പണികൾ ചെയ്ത് തുടങ്ങുന്നത് അപ്പോഴാണ് വരുന്നത്. ഒരു ഗോള് സെറ്റ് ചെയ്തു, അതിനായിട്ടുള്ള ടാസ്ക് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ചില ഗോൾസിന്റെ റിസൾട്ട് വരാൻ കുറച്ചധികം ടൈം വേണ്ടി വന്നേക്കാം. ഇവിടെ പേഷ്യൻസോട് കൂടി ഇരുന്ന് പണികൾ ചെയ്യണം. അല്ലാതെ ശരിയാകുന്നില്ലല്ലോ എന്ന് മടി പിടിക്കുകയല്ല വേണ്ടത്. ഇതിനോടൊപ്പം കൺസിസ്റ്റൻസിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിക്കാസോ ഒരിക്കൽ പാരീസിലെ മാർക്കറ്റിലൂടെ നടന്നപ്പോൾ ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ പിക്കാസോ, ഞാൻ നിങ്ങളുടെ വർക്കിന്റെ ഒരു വലിയ ഫാനാണ്, പ്ലീസ് എനിക്ക് വേണ്ടി ഒരു ഡ്രോയിങ് ചെയ്യുമോ എന്ന്. പിക്കാസോ ചിരിച്ചിട്ട് വേഗം ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ആർട്ട് വരച്ച് ആ ലേഡിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് 1 മില്യൺ ഫ്രാങ്ക്സ് ആകുമെന്ന്. അത് കേട്ട് ലേഡി ഷോക്ക്ഡായി. ഇത്ര കാശ് നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നുന്നു? ജസ്റ്റ് 5 മിനിറ്റ് പോലും എടുത്തില്ലല്ലോ ഇത് വരയ്ക്കാനെന്ന്. അപ്പൊ പിക്കാസോ പറഞ്ഞു, ഈ പിക്ചർ 5 മിനിറ്റിൽ വരയ്ക്കാനായിട്ട് എനിക്ക് 40 വർഷങ്ങൾ എടുത്തു എന്ന്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്, ഒരു കാര്യത്തിൽ സ്ട്രോങ് ആവാൻ ഒരുപാട് നാള് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒരു ബെറ്റർ പെയിന്റർ ആവണമെങ്കിൽ എല്ലാ ദിവസവും പെയിന്റ് ചെയ്യണം. ഒരു ബെറ്റർ റൈറ്റർ ആവണമെങ്കിൽ എല്ലാ ദിവസവും എഴുതണം. ഒരു ബെറ്റർ സ്പീക്കർ ആവണമെങ്കിൽ എല്ലാ ദിവസവും സ്പീക്ക് ചെയ്യണം. ഒരുപാട് ആളുകളും സ്റ്റാർട്ട് ചെയ്യാതെ വെയിറ്റ് ചെയ്യും. ചിലര് സ്റ്റാർട്ട് ചെയ്തിട്ട് പാതി വഴിക്ക് വെച്ച് നിർത്തും. വളരെ കുറച്ച് പേര് മാത്രം എത്ര ഹാർഡായാലും എല്ലാ ദിവസവും ഷോ അപ്പ് ചെയ്ത് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കൺസിസ്റ്റൻസിയുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്നാൽ ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞ് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുമ്പോൾ പാടായിരുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ഈസി ആവാനായിട്ട് തുടങ്ങും. നമ്പർ 14, ഡോണ്ട് വറി. ഒരു ലേസി പേഴ്സൺ എപ്പോഴും വറീഡ് ആയിരിക്കും. അവര് മടി പിടിച്ച് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ മറ്റൊന്നും ചെയ്യാതെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് വറി ചെയ്യുന്നു. നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ വറി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് ഇല്ലാത്തപ്പോൾ വറി ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നുഴഞ്ഞു കയറും. അപ്പോൾ ഒരേ നെഗറ്റീവ് തോട്ട്സ് അടിച്ച് നമ്മുടെ ലൈഫിൽ നടക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യങ്ങൾ ഓർത്ത് പോലും വറി ചെയ്യുന്നു. ഈ വറീനെ ഓടിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ടേക്ക് ആക്ഷൻ. ലെറ്റ്സ് സേ ഇൻ കേസ് നമുക്ക് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ടേക്ക് കെയർ ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കുക. അല്ലാതെ ഹെൽത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാത്രം ഹെൽത്തി ആവില്ല. എന്നാൽ ചില കാര്യങ്ങളെ കുറിച്ച് വറി ചെയ്യുന്നത് നോർമലാണ്. ഈ വറിയെ 2 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം.
ഒന്നാമത്തേത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, രണ്ടാമത്തേത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. ഇവിടെ നമ്മുടെ വറി ഇതിൽ ഏത് കാറ്റഗറിയിലാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫസ്റ്റ് കാറ്റഗറിയിൽ വറി ചെയ്യുന്നത് ഓക്കെയാണ്. ഇവിടെ വറി ചെയ്യുമ്പോൾ നമുക്ക് ആക്ഷൻ എടുക്കാനായിട്ട് തോന്നും. ബട്ട് സെക്കൻഡ് കാറ്റഗറിയിലെ വറി അത് കംപ്ലീറ്റ്ലി വേസ്റ്റ് ആണ്. നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റില്ല, അതിനായിട്ട് നമുക്ക് ഒന്നും തന്നെ ചെയ്യാനും പറ്റില്ല. പിന്നെ എന്തിനാണ് വെറുതെ സങ്കടപ്പെട്ട് ടൈം കളയുന്നത്? നമ്പർ 15, ഡെലഗേറ്റ്. എന്തൊക്കെ ടെക്നിക്സ്, ടിപ്സ്, ഹാക്സ് ഒക്കെ യൂസ് ചെയ്താലും എല്ലാ പണികളും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനുള്ള ടൈം നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് എടുക്കേണ്ടത്. ഇൻ കേസ് ഒരു ടാസ്ക് ചെയ്യാൻ ടൈം ഇല്ല, ഓർ അതൊരു ലോ വാല്യൂ ടാസ്ക് ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നവരെ ഹയർ ചെയ്തിട്ട് അതൊക്കെ ഡെലഗേറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വിലപ്പെട്ട ടൈം ഹൈ വാല്യൂ ടാസ്കിൽ തന്നെ നമുക്ക് ചിലവാക്കാനായിട്ട് പറ്റും. ഇതിനായിട്ട് നമ്മുടെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടാസ്ക് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഓരോ ടാസ്കും ചെയ്യാൻ എത്ര നേരം എടുക്കും, അത് ഔട്ട്സോഴ്സ് ചെയ്യാൻ എത്ര കാശ് മുടക്കണം എന്നൊക്കെ നോക്കിയിട്ട് ട്രൈ ചെയ്യുക. ഈ ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള കാശുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാനായിട്ട് മടി പിടിക്കുന്നതിന്റെ ഒരു റീസൺ ആണ് ഞാൻ ചെയ്യുന്നത് പോലുള്ള ക്വാളിറ്റിയിൽ തന്നെ പണിയൊക്കെ നടക്കുമോ എന്നുള്ള ഡൗട്ട് കാരണം. ഈ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയാൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ചെയ്തു തരാൻ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതിന്റെ 90% വന്നാൽ തന്നെ ആ ഒരു ടാസ്ക് ഓക്കെ ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് ഡെലഗേറ്റ് ചെയ്ത് തുടങ്ങുക. നമ്പർ 16, ഹൗ ടു ലേൺ എനിത്തിങ് ഫാസ്റ്റർ. നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഫോക്കസ് കൊടുക്കുക. അല്ലാതെ ഫോർ ദ സേക്ക് ഓഫ് ലേണിംഗ് എന്തെങ്കിലുമൊക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന് ടൈം കളയരുത്. പിന്നെ പുതിയൊരു കാര്യം പഠിക്കാൻ തീരുമാനിച്ചാലും ലേസിനെസ് കാണിക്കരുത്. ഒരു ഏർജൻസിയോടുകൂടി തന്നെ പഠിക്കുക. ബട്ട് അത് പറഞ്ഞ് ഓടിച്ചിട്ട് പഠിക്കരുത്. ഇൻ കേസ് ബുക്സ് ആണ് വായിക്കുന്നതെങ്കിൽ അത് ടൈം എടുത്ത് നല്ലപോലെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. വായിക്കുന്ന ബുക്സിന്റെ എണ്ണത്തിൽ ഫോക്കസ് കൊടുക്കാതെ റീഡിങ്ങിന്റെ ക്വാളിറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി പഠിച്ച കാര്യങ്ങൾ, ബുക്സിൽ നിന്ന് വായിച്ച കാര്യങ്ങളൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്ത് വാലിഡേറ്റ് ചെയ്ത് നോക്കുക. കറക്റ്റായി തോന്നുന്ന കാര്യങ്ങൾ ലൈഫിൽ കണ്ടിന്യൂസ് ആയി അപ്ലൈയും ചെയ്യുക. വാരൻ ബഫറ്റ് ഇതുപോലെ ചെയ്യാറുണ്ട്. താൻ വായിച്ച ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കി വാലിഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ദ ആർട്ട് ഓഫ് ലേസിനെസ് എന്ന ബുക്കിലെ പാർട്ട് 1 പറഞ്ഞിട്ടുള്ള മൈൻഡ് സെറ്റ് റിലേറ്റഡ് ലെസൺസ്. നമുക്ക് മടിയൊക്കെ മാറ്റി പ്രോക്രാസ്റ്റിനേഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആണ് ഈ ബുക്കിന്റെ പാർട്ട് 2 അതെല്ലാം കൂടി ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഡോണ്ട് മിസ് ദാറ്റ്. പാർട്ട് 2 വീഡിയോ നെക്സ്റ്റ് വീക്ക് ഫ്രൈഡേ 8 മണിക്ക് എന്തായാലും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. പാർട്ട് 2 വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.